ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ദോശയും അതിനോട്ട് നമ്മളൊരു മുട്ട വെച്ചിട്ടുള്ളൊരു അടിപൊളിയായിട്ടൊരു കറിയല്ല കേട്ടോ, നമ്മൾ ഫ്രൈ ആയിട്ട് എടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് നമ്മൾ ദോശയ്ക്കും ചപ്പാത്തിക്കും അതുപോലെ തന്നെ നമ്മൾ ചോറിനൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ ദോശയൊക്കെ വെക്കുന്നത് ചമ്മന്തി വേണ്ട, ഇത് മതി എന്ന് പറഞ്ഞേട്ടോ. അപ്പോൾ അതൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ അത് എങ്ങനെയാണ് ഇവിടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമ്മളിതാ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം അതിലോട്ട് ഞാൻ ഒരു സവാള അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയൊന്ന് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാളയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. ഒത്തിരി കുഴഞ്ഞു വരേണ്ട ആവശ്യമില്ല. കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമുക്ക് ഒരു തക്കാളിയുടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒത്തിരി സവാളയും നമ്മുടെ തക്കാളിയും ഒന്നും വാടി വരേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതിലോട്ട് കുറേശ്ശെ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് പെരിഞ്ജീരക പൊടി ചേർക്കാം, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി. എല്ലാ പൊടികളും ചേർത്തിട്ടുണ്ട്. ഒത്തിരി പൊടികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് മിക്സാക്കി ഒന്നെടുക്കാം. നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം ഇനി ഇതിലോട്ട് ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തന്നെ നമുക്ക് മിക്സാക്കി ഒന്നെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ മുട്ട വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഡിഷ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ചോറിനൊപ്പവും നമ്മുടെ ചപ്പാത്തിക്കും നമ്മുടെ അപ്പവും ദോശയ്ക്കൊക്കെ ഇത് നല്ല ബെസ്റ്റാണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അവസാനം നമുക്കിത് ഇറക്കുമ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടുന്നില്ല കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ അല്ലേ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് അതിനോട് കഴിക്കാൻ വേണ്ടി ഞാനൊന്ന് ദോശയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. നല്ല നെയ്യ് ഒഴിച്ചുള്ള നല്ല മുരുമുരാന്നുള്ള ദോശയോടൊപ്പം ആ മുട്ട റോസ്റ്റും കൂടെ നമുക്ക് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾ നല്ല മുരുമുരെന്നുള്ള ദോശയും നമ്മൾ റെഡിയാക്കി വെച്ചില്ലേ. മുട്ട വെച്ചിട്ടുള്ള മുട്ട ചിക്കി ഇതെന്ന് പറയാം കേട്ടോ ഇതിന്. അപ്പം അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലിട്ട് കാണാം. അതുവരെ ബൈ.